ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ XPSS പ്രോഗ്രാമിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും അതിൻ്റെ ഹൗ ടു പ്രിപ്പയർ എ ഗ്രാഫ്, ഒരു ഗ്രാഫ് എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നൊക്കെ ഉള്ളതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം SPSS ഈസ് എ പവർഫുൾ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ അനാലിസിസ് ഓഫ് ഡാറ്റ അനാലിസിസിന് ഉപയോഗിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് SPSS എന്ന് മനസ്സിലായി. ബേസിക്കലി 3 ഫങ്ഷൻസ് ആർ ദെയർ. മൂന്ന് കാര്യങ്ങൾക്കാണ് ബേസിക് ആയിട്ട് നമ്മൾ ഈ SPSS സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാം. ഒന്ന്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. 2, കോറിലേഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ്. 3, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് കേസ് നമ്മൾ ഒരുവിധം എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ പറഞ്ഞ ട്രാൻസ്ഫോം ചെയ്യുന്നത് എങ്ങനെയെന്നും, ട്രാൻസ്ഫോം ഓപ്ഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫോം മെനു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടേഷൻസ് നടത്തുന്നതെന്നും റീകോഡ് ചെയ്യുന്ന കാര്യം വരെ പറഞ്ഞു. റീകോഡിങ് നമ്പർ ഗ്രേഡിന് അല്ലെങ്കിൽ നമ്പറിൽ ഉള്ള വാല്യൂവിനെ നമ്മൾ ലെറ്റർ ഗ്രേഡാക്കി മാറ്റി കൺവേർട്ട് ചെയ്തു. അതുപോലെ പല സാഹചര്യത്തിലും റിസർച്ചിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ചില സമയത്ത് നമുക്കൊരു ഒരു ഓർഡിനൽ സ്കെയിലായിരിക്കും. ആ ഓർഡിനൽ സ്കെയിലിനെ നമുക്ക് നോമിനൽ സ്കെയിൽ കാറ്റഗറൈസ് ചെയ്യണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യണമെങ്കിലും ഒക്കെ യു ആർ യൂസിങ് റീകോഡ് ഓപ്ഷൻ. ഈ റീകോഡ് ഓപ്ഷനാണ് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ റീകോഡ് ഓപ്ഷനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ട് ഹൗ ടു റീകോഡ് വേരിയബിൾസ്. അപ്പോൾ ഇന്ന് നമ്മൾ കോറിലേഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് അവസാനം പോകാം. നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സോ ടുഡേ വി ആർ മൂവിങ് ടു inferential statistics or statistical inference. So you know that we are not able to conduct a complete enumeration survey or population survey. So what we will do is that we will select a representative part of the population as a sample, and you will find out the values from the sample, and that is called statistic. ഇപ്പം നമ്മൾ സാമ്പിൾ എടുക്കുന്നു, സാമ്പിളിൽ നിന്ന് മെഷറബിൾ ക്വാണ്ടിറ്റീസ്, മീനും അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയുന്നു ദിസ് ഈസ് വാട്ട് ഈസ് ദ പോപ്പുലേഷൻ ഈസ് ഹാവിങ്. സോ വി ആർ മേക്കിംഗ് ജനറലൈസേഷൻ അബൌട്ട് ദ പോപ്പുലേഷൻ യൂസിങ് സാമ്പിൾ ഈസ് കാൾഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. ഞാൻ പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ വി ആർ മേക്കിംഗ് ഇൻഫറൻസ് അബൌട്ട് ദ പാരാമീറ്റർ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക് വെച്ചുകൊണ്ട് പാരാമീറ്ററിന്റെ ക്വാളിറ്റീസ് നമ്മൾ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. എപ്പോഴും ഞാൻ പറയാറുള്ള ബ്ലഡ് ടെസ്റ്റ്. സോ യൂസിങ് എ ബ്ലഡ് വെസൽ, ദ ഡോക്ടർ ഓർ ദ ലാബ് ടെക്നീഷ്യൻ ഈസ് പ്രഡിക്റ്റിംഗ് യുവർ പാരാമീറ്റർ. നിങ്ങളുടെ പാരാമീറ്ററുകളാണ് എന്ത് ചെയ്യുന്നത്, ഷുഗർ ലെവൽ, കൊളസ്ട്രോൾ ലെവൽ, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്സ് എക്സെട്ര, ദേ ആർ പ്രഡിക്റ്റിംഗ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് ഇൻഫറൻസ്. 2 തരത്തിലുള്ള ഇൻഫറൻസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് എസ്റ്റിമേഷൻ, 2 ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. അപ്പൊ റിസർച്ചിൽ നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. മിക്കവാറും ഉള്ള റിസർച്ച് എല്ലാം ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നാലും ഡയഗ്നോസ്റ്റിക് ആയിരുന്നാലും അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ ആയിരുന്നാലും വി ആർ യൂസിങ് എ ഹൈപ്പോത്തിസിസ് ബിക്കോസ് റിസർച്ച് ഈസ് ബേസ്ഡ് ഓൺ എ ഹൈപ്പോത്തിസിസ്. റിസർച്ചിന്റെ ഡെഫിനിഷനൊക്കെ പറയുമ്പോഴേ ഒരു പ്രോബ്ലം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഹൈപ്പോത്തിസിസ് ഫോർമുലേഷനിലോട്ടാണ് പോകുന്നത്. സോ എവരി റിസർച്ച് ഈസ് ഹാവിങ് എ ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് ഈസ് നത്തിങ് ബട്ട് an assumption, a tentative assumption or a probable solution in the minds of the researcher in the first instance. കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ അതിന് വീണ്ടും ഡെഫിനിഷൻ ഒന്ന് മാറ്റി കൊടുക്കുന്നു. ഹൈപ്പോത്തിസിസ് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ the variables, the dependent variable and independent variable. ഓക്കെ, അങ്ങനെയൊക്കെ നമ്മൾ അതിനെ വീണ്ടും നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിനകത്ത് യു ഹാവ് എ ഹൈപ്പോത്തിസിസ് ഇൻ യുവർ മൈൻഡ്. നിങ്ങൾക്കൊരു റിസർച്ച് ഹൈപ്പോത്തിസിസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. സോ അതിന്റെ ബേസിസിൽ നിങ്ങൾ ഡേറ്റയൊക്കെ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യു നീഡ് ടു ടെസ്റ്റ് യുവർ ഹൈപ്പോത്തിസിസ്. സോ യു നീഡ് ടു ടെസ്റ്റ് യുവർ ഹൈപ്പോത്തിസിസ്. നിങ്ങളുടെ ഹൈപ്പോത്തിസിസ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ദാറ്റ് ടെസ്റ്റ് ഈസ് ഹാവിങ് എ പ്രൊസീജിയർ ഓൾസോ. ആ ടെസ്റ്റിന് എന്തുണ്ടൊരു പ്രൊസീജിയർ ഉണ്ട്. ഇറ്റ്സ് എ സ്റ്റേജ് ബൈ സ്റ്റേജ് പ്രോസസ് ഓർ എ സ്റ്റെപ്പ് വൈസ് പ്രോസസ്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്യണമെന്നുള്ളത് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോബ്ലം, ഡിപ്പെൻഡിങ് ഓൺ ദ മെഷർമെന്റ്. നമ്മൾ എന്ത് മെഷറാണ് ഉപയോഗിച്ചത്, നമ്മൾ എന്ത് സ്കെയിലിലാണ് ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്നത്, നോമിനൽ സ്കെയിലാണോ, ഓർഡിനൽ സ്കെയിലാണോ, ഇന്റർവൽ സ്കെയിലാണോ, റേഷ്യോ സ്കെയിലാണോ. സോ ദാറ്റ് ഈസ് ദ ബേസിക് ഡിറ്റർമിനന്റ് ഓഫ് ടെസ്റ്റ്. ഒരു ടെസ്റ്റ് ഏത് ടെസ്റ്റ് വേണം? പാരാമെട്രിക് ടെസ്റ്റുകളും ഉണ്ട്, നോൺ പാരാമെട്രിക് ടെസ്റ്റുകളും ഉണ്ട്.
അപ്പൊ ഏത് ടെസ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഏതാണ്? ഈ പറയുന്ന മെഷർമെന്റ് ആണ്. ഞാനൊരു ഒരു PPT എടുത്തിട്ട് ഞാനൊന്ന് പ്രസന്റ് ചെയ്യാറ്. സി ഇൻട്രൊഡക്ഷൻ ടു SPSS. ഓക്കെ, അതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഞാനത് പ്രസന്റേഷൻ ഷെയർ ചെയ്തിട്ടില്ല. സോ ലെറ്റ് us present the presentation. Entire screen share, hide. Okay, so now the presentation may be visible. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ സോ പ്രസന്റേഷൻ ഞാൻ കാണിക്കാം. അതിൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ഇതും പറഞ്ഞു. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. മേജറായിട്ടും 3 രീതിയിലൊക്കെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണുന്നത്. കഴിഞ്ഞ ദിവസം ചാർട്ട് ബിൽഡ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു, ട്രാൻസ്ഫോർമേറ്ററിന്റെ കാര്യം പറഞ്ഞു. അടുത്തതാണ് നമ്മൾ ഈ പറയുന്ന ടെസ്റ്റിങ്ങിലോട്ട് പോകുന്നത്. സോ വെൻ ടു യൂസ് വിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. എവിടെ ഏത് ടെസ്റ്റ് യൂസ് ചെയ്യണം എന്നുള്ളത് പ്രശ്നമാണ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. വെൻ ടു യൂസ് വിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ്, ഒരു ടെസ്റ്റ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ ഏത് ടെസ്റ്റാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ടെസ്റ്റ് പാരാമെട്രിക് ആണോ നോൺ പാരാമെട്രിക് ആണോ എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ്. വെദർ അവർ ടെസ്റ്റ് ഈസ് എ പാരാമെട്രിക് ടെസ്റ്റ് ഓർ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത് എന്ത് സ്കെയിലിലാണ് നമ്മളത് മെഷർ ചെയ്തിരിക്കുന്നത്. അതാണ് തൊട്ട് താഴെ ഞാൻ കൊടുത്തിരിക്കുന്നത്, സ്കെയിൽ ഓഫ് മെഷർമെന്റ്. എന്ത് സ്കെയിലിലാണ് നിങ്ങൾ എന്ത് ഡേറ്റ മെഷർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റയുടെ വേരിയബിൾ മെഷർ ചെയ്തിരിക്കുന്നത്, യൂസിങ് വിച്ച് സ്കെയിൽ, എന്ത് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് മെഷർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നോമിനൽ ഉണ്ട്, ഓർഡിനൽ ഉണ്ട്, ഇന്റർവൽ ഉണ്ട്, റേഷ്യോ ഉണ്ട്. അപ്പൊ അതിൽ പറയുന്ന ബേസിക് റൂൾ ഇതേ ഉള്ളൂ. നോമിനൽ ആണ് എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നിങ്ങൾ പോകേണ്ടത് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. സോ ഇഫ് യുവർ സ്കെയിൽ ഓഫ് മെഷർമെന്റ് ഈസ് നോമിനൽ, യു ക്യാൻ അപ്ലൈ ഓൺലി നോൺ പാരാമെട്രിക് ടെസ്റ്റ്. നോമിനൽ സ്കെയിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. യു ആർ ഗിവിംഗ് എ നമ്പർ സിംപ്ലി ഫോർ ദ പർപ്പസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ടിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, ജെൻഡർ അല്ലെ, മെയിൽ ഫീമെയിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 1, 2 ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അവിടെ ആ 1, 2 എന്ന് കൊടുക്കുന്ന നമ്പറിന്റെ ഒരു പ്രോപ്പർട്ടിയും ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നോമിനൽ സ്കെയിലാണ് അല്ലെങ്കിൽ നിങ്ങളൊരു കാറ്റഗറിക്കൽ സ്കെയിലിലാണ് നിങ്ങളൊരു വാല്യൂ, ഒരു വേരിയബിളിനെ നിങ്ങൾ മെഷർ ചെയ്തിരിക്കുന്നതെങ്കിൽ യു ആർ നോട്ട് ഏബിൾ ടു യൂസ് പാരാമെട്രിക് ടെസ്റ്റ്. യു ക്യാൻ യൂസ് ഓൺലി നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. Second one, if it is ordinal scale, you know that ordinal scale നോമിനൽ സ്കെയിലിനെക്കാട്ടിയും കുറെ കൂടെ പവർഫുൾ ആണ്. പക്ഷെ there is an order. അവിടെ എന്തുണ്ട്, ഒരു ചെറിയൊരു ഓർഡർ ഉണ്ട്. ഇപ്പൊ ആരാണ് ആദ്യം വന്നത്, ആരാണ് രണ്ടാമത് വന്നത്, അങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. ദാറ്റ് മീൻസ് യു ഹാവ് എ പ്രിഫറൻസ്. നിങ്ങൾക്ക് അവിടെ ഒരു പ്രിഫറൻസ് ഉണ്ട്. നിങ്ങൾ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന കോളേജാണ് പ്രിഫർ ചെയ്യുന്നത്. സോ വി ഹാവ് ഗിവിൻ പ്രിഫറൻസസ് അല്ലെ. നമ്മളൊരു കോഴ്സ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ സോ ഐ ആം പ്രിഫറിങ് ദിസ് കോളേജ് ഫസ്റ്റ്, ദിസ് കോളേജ് സെക്കൻഡ്. സോ ദർ ഈസ് ആൻ ഓർഡർ. പക്ഷെ ഡിസ്റ്റൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡിസ്റ്റൻസ് ഇല്ല. 2, 1 തമ്മിലുള്ള വ്യത്യാസവും 3, 2 തമ്മിലുള്ള വ്യത്യാസവും ഒന്നും ആകണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സ്കെയിലുകളെയാണ് ഓർഡിനൽ സ്കെയിൽ. ബേസിക്കലി ഇൻ റിസർച്ച് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് പ്രിഫറൻസ്. പ്രിഫറൻസ് റാങ്ക് ചെയ്യാനൊക്കെ, റാങ്കിങ് ഓർഡർ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഓർഡിനൽ സ്കെയിൽ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓർഡിനൽ ആണ് എങ്കിലും ഇറ്റ് ഈസ് ആൾസോ ഹാവിംഗ് ലിമിറ്റേഷൻ ഇൻ യൂസിങ് പാരാമെട്രിക് ടെസ്റ്റ്. അവിടെയും പാരാമെട്രിക് ടെസ്റ്റ് പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ദർ ഓൾസോ യു നീഡ് ടു യൂസ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ബട്ട് ഇഫ് യുവർ സ്കെയിൽ ഈസ് എയ്തർ ഇൻ ഇന്റർവൽ ഓർ റേഷ്യോ, നിങ്ങൾ ഇന്റർവൽ സ്കെയിലിലോ റേഷ്യോ സ്കെയിലിലോ ആണ് ചെയ്യുന്നതെങ്കിൽ definitely you can use the parametric test and non-parametric test. അവിടെ പാരാമെട്രിക്കും പറ്റും, നോൺ പാരാമെട്രിക്കും പറ്റും. So this is the basic selection of the basic type of test. എന്ത് തരത്തിലുള്ള ടെസ്റ്റ് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഏത് കാറ്റഗറി പാരാമെട്രിക് ടെസ്റ്റ് വേണോ നോൺ പാരാമെട്രിക് ടെസ്റ്റ് വേണോ എന്ന് തീരുമാനിക്കുന്നത് സ്കെയിൽ ഓഫ് മെഷർമെന്റ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നോമിനലും ഓർഡിനലും ആണെങ്കിൽ വെരി സിമ്പിൾ, നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ഇന്റർവെലും റേഷ്യോ ആണെങ്കിൽ you can use the powerful parametric test. Okay, പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്ത് ടെസ്റ്റ് വേണമെന്ന് തീരുമാനിക്കാനായിട്ട് നമുക്ക് അടുത്ത ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ലുക്ക് അറ്റ് ദ പോപ്പുലേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങളുടെ പോപ്പുലേഷൻ എടുത്ത് നോക്കുക. നിങ്ങളൊരു സാമ്പിൾ എടുത്തിട്ടായിരിക്കുമല്ലോ സ്റ്റഡി നടത്തുന്നത്. അതിന്റെ പോപ്പുലേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വെദർ ദ പോപ്പുലേഷൻ ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. നോക്കേണ്ടത് നിങ്ങളുടെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, നിങ്ങളുടെ എടുത്തിരിക്കുന്ന പോപ്പുലേഷൻ
For example, you are conducting a study among small scale industries in Kerala. അപ്പോൾ നമ്മൾ അതിനൊരു സാമ്പിൾ എടുത്തിട്ടായിരിക്കും സ്റ്റഡി ചെയ്യുന്നത്. പകരം യു ഹാവ് എ സെക്കൻഡറി ഡാറ്റ റിഗാർഡിംഗ് ദ പോപ്പുലേഷൻ. പോപ്പുലേഷനെ കുറിച്ച് ഒരു സെക്കൻഡറി ഡാറ്റ ഉണ്ടാവും. അതൊന്ന് എടുത്തൊന്ന് ഒന്ന് 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 ഡ്രോ ചെയ്ത് നോക്കുക, ഒരു ഗ്രാഫ് വരച്ച് നോക്കുക. അത് നോർമൽ ആണോ എന്ന് നോക്കുക. അത് നോർമൽ ആണ് എങ്കിൽ യു ക്യാൻ യൂസ് പാരാമെട്രിക് ടെസ്റ്റ്. പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യും. സോ ഫസ്റ്റ് ആദ്യത്തത് കഴിഞ്ഞു, സ്കെയിൽ ഓഫ് മെഷർമെന്റ് കഴിഞ്ഞു. രണ്ടാമത് നമ്മളെ ടെസ്റ്റ് തീരുമാനിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റഡി സാമ്പിൾ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ആരാണോ, നമ്മുടെ എന്താ പറയുന്ന സബ്ജക്റ്റ് ആരാണോ, ആ സബ്ജക്റ്റിനെ പ്രസന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന പോപ്പുലേഷൻ എടുത്ത് നോക്കിയിട്ട് ആ പോപ്പുലേഷന്റെ ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആണോ എന്ന് നോക്കുക. ഇഫ് ഇറ്റ് ഈസ് നോർമൽ യു ക്യാൻ യൂസ് പാരാമെട്രിക് ടെസ്റ്റ്. അതല്ല, നോർമൽ അല്ല, അതാ പറയുന്നത് നോട്ട് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് പോപ്പുലേഷൻ ഓർ നോ അസംപ്ഷൻ ക്യാൻ ബി മേഡ് അബൌട്ട് ദ പോപ്പുലേഷൻ. അല്ലെങ്കിൽ പോപ്പുലേഷനെ കുറിച്ച് വലിയ ധാരണയൊന്നും നമുക്കില്ല, അല്ലെങ്കിൽ നമുക്കൊരു കൃത്യമായിട്ട് അത് നോർമൽ ആണ് അല്ലെങ്കിൽ പറയാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യരുത്. യൂസ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അവിടെ ഏത് ടെസ്റ്റ് ചെയ്യുക? നോൺ പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻസ്. ഒരു ടെസ്റ്റ് പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യണോ നോൺ പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ഒന്ന് അതിന്റെ മെഷർമെന്റിന് ഉപയോഗിച്ചിരിക്കുന്ന സ്കെയില് ഇന്റർവെല്ലും റേഷ്യോ ആണ് എങ്കിൽ പാരാമെട്രിക് ടെസ്റ്റ്, ലോവർ ലെവലിലുള്ള നോമിനലും ഓർഡിനലും ആണ് എങ്കിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ അതാ പറയുന്നത് ജസ്റ്റ് യൂസ് പാരാമെട്രിക് ടെസ്റ്റ്. നമുക്ക് പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഡാറ്റ ഷുഡ് ബി മെഷേർഡ് എയ്തർ ഇൻ ഇന്റർവെൽ ഓർ റേഷ്യോ സ്കെയിൽ. നമ്മൾ ഇന്റർവെൽ ഓർ റേഷ്യോ ഡാറ്റ ആർ റിക്വയർഡ്. ഇന്റർവെൽ അല്ലെങ്കിൽ റേഷ്യോ ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റൂ. രണ്ട്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് റിക്വയർഡ്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കണം? നോർമൽ ആയിരിക്കണം. പോപ്പുലേഷന്റെ ആണ്, പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആയിരിക്കണം. പിന്നെ ഒരു കണ്ടീഷനൂടെ ഉണ്ട്, ആൻഡ് ഹോമോജിനിറ്റി ഓഫ് വേരിയൻസ്. അതായത് ആ പോപ്പുലേഷന്റെ വേരിയൻസ്, നമ്മൾ എടുത്തിരിക്കുന്ന വേരിയൻസ് എന്തായിരിക്കണം? ഹോമോജിനസ് ആയിരിക്കണം. അതിനൊരു ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റിന്റെ പേരാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ലെവിൻസ് ടെസ്റ്റ്. ലെവിൻസ് ടെസ്റ്റ് തൽക്കാലം നല്ല അവിടെ നിൽക്കട്ടെ, നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കേണ്ട. വേരിയൻസ് ഹോമോജിനസ് ആയിരിക്കണം. വേരിയൻസ് ഹോമോജിനസ് ആകണമെന്നുള്ളത് ഒരു ബേസിക് കണ്ടീഷൻ ആണ് പാരാമെട്രിക് ടെസ്റ്റിന്റെ. പാരാമെട്രിക് ടെസ്റ്റിന്റെ ഒരു ബേസിക് കണ്ടീഷൻ ആണ് ഹോമോജിനിറ്റി ഓഫ് വേരിയൻസ്. നമ്മൾ അതിനെ ഹോമോസ്കെഡാസ്റ്റിസിറ്റി എന്നൊക്കെ പറയും. ഹോമോസ്കെഡാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഹോമോജിനിറ്റി ഓഫ് വേരിയൻസ്. സോ there you are using ടെസ്റ്റ് what is known as ലെവിൻസ് ടെസ്റ്റ്. അപ്പൊ ഇതാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. പാരാമെട്രിക്കും നോൺ പാരാമെട്രിക്കും ഡിറ്റർമിൻ ചെയ്യുന്നത് ഒന്ന് ടൈപ്പ് ഓഫ് ഡാറ്റ കാറ്റഗറിക്കൽ ആണെങ്കിൽ. ഇപ്പൊ കാറ്റഗറിക്കൽ എന്ന് പറയുന്നത് നോമിനലും ഓർഡിനലും ആവാം, അത് രണ്ട് കാറ്റഗറിക്കലാണ്. അപ്പൊ ടൈപ്പ് ഓഫ് ഡാറ്റ കാറ്റഗറിക്കൽ ആണെങ്കിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ടൈപ്പ് ഓഫ് ഡാറ്റ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡാറ്റ കാറ്റഗറിക്കൽ, ഇപ്പൊ ഏജ് റിലീജിയൻ അല്ലെങ്കിൽ ജെൻഡർ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ കാറ്റഗറിക്കൽ ഡാറ്റയാണ്. അങ്ങനെ കാറ്റഗറിക്കൽ ഡാറ്റ അത് നമുക്ക് ഒന്നുകിൽ ഓർഡിനലിൽ മെഷർ ചെയ്യാം അല്ലെങ്കിൽ നോമിനലിൽ മെഷർ ചെയ്യാം. അങ്ങനെയുള്ള ഡാറ്റ ആണെങ്കിൽ പാരാമെട്രിക് ടെസ്റ്റ് പറ്റൂല, നോൺ പാരാമെട്രിക് ടെസ്റ്റേ പറ്റത്തുള്ളൂ. രണ്ട്, നിങ്ങളുടെ ഡാറ്റ മെട്രിക് ആണ്. മെട്രിക് മീൻസ് ക്വാണ്ടിറ്റേറ്റീവ്. മെട്രിക് ഇൻ ദ സെൻസ് ദാറ്റ് ക്വാണ്ടിറ്റേറ്റീവ് ദാറ്റ് ആർ ദ ഡാറ്റ ആർ അപ്രോക്സ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് മെട്രിക് ആണെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ നോക്കേണ്ടത് ആർ ദ ഡാറ്റ അപ്രോക്സിമേറ്റ്ലി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. നമ്മുടെ എടുത്തിരിക്കുന്ന ഡാറ്റ നോർമൽ ആണോ എന്ന് നോക്കുക. നോർമൽ അല്ല എങ്കിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. സി, മെട്രിക് ഡാറ്റയാണ്, അതായത് ഇന്റർവെല്ലിലോ റേഷ്യോയിലോ ആണ് നമ്മളത് മെഷർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡാറ്റയുടെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നോക്കുക. നോക്കുമ്പോഴത് നോർമൽ അല്ല എങ്കിൽ, നോ എന്നാണ് പറയുന്നതെങ്കിൽ ഗോ ടു നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അതല്ല യെസ് എന്നാണ് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ആർ ദ വേരിയൻസ് നോക്കേണ്ടത് യെസ് ആണ് എങ്കിൽ ആർ ദ വേരിയൻസ് ഓഫ് പോപ്പുലേഷൻ ഈക്വൽ. വേരിയൻസ് ഹോമോജനിറ്റി ഉണ്ടോ എന്ന് നോക്കാം. ഹോമോജനിറ്റി ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല എന്നാണ് പറയുന്നതെങ്കിലും നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ഉണ്ട് എങ്കിൽ പാരാമെട്രിക് ടെസ്റ്റ്. ഈ ഒരു ചാർട്ടാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. ഞാൻ വളരെ കുറച്ചു കാലം മുമ്പ് തയ്യാറാക്കിയ ഒരു ചാർട്ടാണ്. അതിൽ ഡേറ്റ് വരെ കിടപ്പുണ്ട്. 14/10/2014. ഏകദേശം 7 വർഷമായിട്ടുണ്ട് ഈ ഒരു ചാർട്ട് തയ്യാറാക്കി. സോ ഹാവിങ് റെലവൻസ് നൗ ഓൾസോ. അപ്പൊ ഒരു ടെസ്റ്റ് പാരാമെട്രിക് ടെസ്റ്റ് വേണോ നോൺ പാരാമെട്രിക് ടെസ്റ്റ് വേണോ എന്ന് തീരുമാനിക്കുന്ന ഒന്നാമത്തെ കാര്യം ടൈപ്പ് ഓഫ് ഡാറ്റ. അത് കാറ്റഗറിക്കൽ ആണോ മെട്രിക് ആണോ? കാറ്റഗറിക്കൽ ആണെങ്കിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. മെട്രിക് ആണെങ്കിൽ വീണ്ടും ഒരു ചോദ്യം ചോദിക്കണം, എന്താണ്? ആർ ദ ഡാറ്റ അപ്രോക്സിമേറ്റ്ലി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. ആ മെട്രിക് ഡാറ്റ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ? നോ ആണെങ്കിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. യെസ് ആണെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കണം, എന്താണ്?
ആർ ദ വേരിയൻസസ് ഓഫ് ദ പോപ്പുലേഷൻസ് ഈക്വൽ, പോപ്പുലേഷന്റെ വേരിയൻസ് ഈക്വൽ ആണ്. അവിടെ നോ ആണെങ്കിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റ്, യെസ് ആണെങ്കിൽ പാരാമെട്രിക് ടെസ്റ്റ്. ഓക്കെ, അത്രയേ ഉള്ളൂ പ്രസന്റേഷൻ. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഹരിഷ്മ ക്ലിയർ ആണോ? ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, അപ്പൊ സോ വെൻ ടു യൂസ് വാട്ട് ടെസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. എയ്തർ പാരാമെട്രിക് ടെസ്റ്റ് ഓർ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അതിനുവേണ്ടി ബേസിക് ആയിട്ട് നോക്കേണ്ടത് സ്കെയിൽ ഓഫ് മെഷർമെന്റ്, കാറ്റഗറിക്കൽ ആണോ മെട്രിക് ആണോ. കാറ്റഗറിക്കൽ ആണെങ്കിൽ അത് ഒന്നുകിൽ നോമിനൽ ആവും അല്ലെങ്കിൽ ഓർഡിനൽ ആവും, അവിടെ നോൺ പാരാമെട്രിക്കേ പറ്റത്തുള്ളൂ. മെട്രിക് ആണെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കണം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ. യെസ് ആണെങ്കിൽ പാരാമെട്രിക് ടെസ്റ്റ്, നോ ആണെങ്കിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അത് യെസ് ആണെങ്കിൽ വീണ്ടും ഒരു ചോദ്യം കൂടെ ചോദിക്കണം, ആർ ദ പോപ്പുലേഷൻ വേരിയൻസ് ഈക്വൽ, അതും യെസും നോയും വരും. അത് യെസ് ആണെങ്കിൽ പാരാമെട്രിക് ടെസ്റ്റ്, നോ ആണെങ്കിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. സോ ദാറ്റ് ഈസ് വെരി ക്ലിയർ. ഓക്കെ, സോ നൗ വി ആർ മൂവിംഗ് ടു SPSS. ഇത് എങ്ങനെ നമുക്ക് SPSS-ൽ ചെയ്യാം. അപ്പൊ അതിനു മുമ്പ് നിങ്ങളൊരു നോട്ട് എടുക്കും. നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടെങ്കിൽ പേനയും കൂടെ എടുക്കും. എടുത്തിട്ട് ഞാൻ ഈ പറയുന്ന ഒരു പ്രോബ്ലം നിങ്ങൾ എഴുതുക. അത് ആദ്യം നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നു. ഫസ്റ്റ്ലി നമ്മളത് മാനുവലായിട്ട് ചെയ്യുന്നു, രണ്ടാമത് നമ്മളത് SPSS-ൽ ചെയ്യുന്നു. സോ പ്ലീസ് റൈറ്റ് ഡൗൺ ദിസ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതും. ഞാനിത് ടൈപ്പ് ചെയ്ത് ഇതിൽ വച്ചിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ അതൊന്ന് എഴുതുക. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ, കാണാമല്ലോ ക്വസ്റ്റ്യൻ. ഹെഡിങ് കൂടെ കൊടുത്തോളൂ കേട്ടോ, 1 സാമ്പിൾ ടി ടെസ്റ്റ്. ഹെഡിങ് ആയിട്ട് നിങ്ങൾ എഴുതുക, നിങ്ങളുടെ നോട്ടിൽ എഴുതൂ 1 സാമ്പിൾ ടി ടെസ്റ്റ്. 1 സാമ്പിൾ ടി ടെസ്റ്റ് ആണ് നമ്മൾ മാനുവലായിട്ടും ചെയ്യുന്നു, മെക്കാനിക്കലായിട്ടും ചെയ്യുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കാണാമല്ലോ, ധന്യ കാണാമല്ലോ ഈ ക്വസ്റ്റ്യൻ. അപ്പൊ എഴുതിക്കോളൂ, ഈ ക്വസ്റ്റ്യൻ തന്നെ എഴുതിക്കോളൂ. A salesman is expected to effect an average sales of rupees 3,500. Heading at 1 sample t test. A salesman is expected to effect an average sales of rupees 3,500. Sentence: a sample test revealed that a particular salesman had made the following sales. A sample test revealed that a particular salesman had made the following sales. അതിൽ ചേർത്ത് എഴുതുന്നു rupees 3,700, rupees 2,500, 3,400, 5,200, 3,000 and 2,000. Then using 0.05 level of significance, include whether his work is below standard or not. Whether his work is below standard or not. ഓക്കെ, ഹെഡിങ് ആയിട്ട് നമ്മൾ എഴുതി 1 സാമ്പിൾ ടി ടെസ്റ്റ് ആണെന്ന് എഴുതി. സോ യു ആർ ഗോയിങ് ടു ഡു എ പാരാമെട്രിക് ടെസ്റ്റ് ഹിയർ. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ഹണി എഴുതി കഴിഞ്ഞായിരുന്നോ? എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എഴുതു. തീർന്നോ? ഓക്കെ. അപ്പൊ നമുക്ക് ഞാൻ ബാക്കിലോട്ട് വരാം, പ്രസന്റേഷൻ നടത്താം. സോ ദ ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആണ്. ഒരു സെയിൽസ്മാനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്
എന്താണ് ഒരു ആവറേജ് സെയിൽസ് 3500 രൂപ ആണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? ഒരു സെയിൽസ്മാനിൽ നിന്ന് നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് 3500 ആണ്. അപ്പൊ നമ്മളൊരു സെയിൽസ്മാനെ വെച്ചിട്ട് ഒരു സെയിൽസ്മാനിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തു. അയാളുടെ ആവറേജ് സെയിൽസ് ആണ് അയാളുടെ സെയിൽസ് ആണ് തന്നിരിക്കുന്നത് 3700, 2500, 3400, 5200, 3000, 2000. അപ്പൊ നമ്മുടെ എക്സ്പെക്ടേഷൻ 3500 ആണ് ഒരു സെയിൽസ്മാനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആവറേജ് സെയിൽസ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് യു ഹാവ് ഗിവൺ അവർ എക്സ്പെക്ടേഷൻ പോപ്പുലേഷൻ മീൻ ആണ് ഈ പറയുന്ന 3500. അപ്പൊ നമുക്ക് എഴുതും മ്യൂ ഈസ് ഈക്വൽ ടു 3500. മ്യൂ ഈസ് ഈക്വൽ ടു 3500. മ്യൂ ഈസ് ഈക്വൽ ടു 3500. പിന്നെ ഈ ഒരു സെയിൽസ്മാന്റെ സെയിൽസ് ആണ് തന്നിരിക്കുന്നത്, ഡേറ്റയാണ് തന്നിരിക്കുന്നത്. 6 ദിവസത്തെ ഡാറ്റ. 6 ദിവസത്തെ ഡാറ്റ 3700, 2500, 3400, 5200, 3000, 2000. എത്രയാണ്? 1, 2, 3, 4, 5, 6 ദിവസത്തെ. ഇതിന്റെ എക്സ് ബാർ കാണും. എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യൂ. ഈ 3700, 2500, 3400, 5200, 3000, 2000 അതിന്റെ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യൂ. കാൽക്കുലേറ്റ് എക്സ് ബാർ. നമ്മൾ മാനുവലായിട്ട് ആദ്യം ചെയ്യാം, എന്നിട്ട് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനൊരു എക്സൽ ഷീറ്റ് എടുത്തിട്ട് ഞാനിവിടെ ഒന്ന് ചെയ്യാം. 3700, 2500, 3400, 5200, 3000, 2000. ഇത്രയാണ് ഡാറ്റ. ജസ്റ്റ് എക്സൽ ആകുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ AB ആവറേജ് ഇതിന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. 3300 കിട്ടിയില്ലേ ആൻസർ? എക്സ് ബാർ ഈസ് ഈക്വൽ ടു 3300. കിട്ടിയോ? കിട്ടി സർ. കിട്ടി. അപ്പൊ നമുക്ക് മ്യൂ ആയി എക്സ് ബാറും ആയി അല്ലേ? So now you are having mu and x bar. അപ്പൊ ഇനി ഹൈപ്പോത്തസിസ് h0. What is your hypothesis? Mu is equal to 3500. h0 നിങ്ങൾ എഴുതേണ്ട ഹൈപ്പോത്തസിസ് h0 mu ടൈപ്പ് ചെയ്യുക. mu is equal to 3500. So that is your hypothesis. mu is നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മളൊരു സെയിൽസ്മാനിൽ നിന്ന് പോപ്പുലേഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് 3500. ദെൻ അതിൽ അവസാനത്തെ സെന്റൻസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യം കൂടെ ഒന്ന് വായിക്കുക. യൂസിങ് 0.05 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കൺക്ലൂഡ് വെദർ ഹിസ് വർക്ക് ഈസ് ബിലോ സ്റ്റാൻഡേർഡ് ഓർ നോട്ട്. അയാളുടെ അത് ബിലോ സ്റ്റാൻഡേർഡ് ആണോ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഉള്ള ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് H1 എന്ന് പറയുന്നത് H1 ഇറ്റ്സ് an on-tailed test. mu is less than 3500. mu is less than 3500. അയാളുടെ വർക്ക് ബിലോ സ്റ്റാൻഡേർഡ് ആണോ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. So you have the null hypothesis and alternate hypothesis. H0 mu is equal to 3500, H1 mu is equal to 3500. Then എന്ത് ടെസ്റ്റാണ് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യുക? അത് മോഡൽ എഴുതിയല്ലേ, on sample T test ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ടെസ്റ്റിംഗ് ദ പോപ്പുലേഷൻ മീൻ യൂസിങ് സാമ്പിൾ മീൻ ഉപയോഗിച്ചിട്ട് പോപ്പുലേഷൻ മീൻ ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. സാമ്പിൾ മീൻ 3300 പോപ്പുലേഷൻ മീൻ 3500 ആണ്. വാട്ട് ഈസ് ദ ഫോർമുല? T is equal to x bar minus mu divided by standard error. T is equal to x bar minus mu. x bar എന്ന് ഇതിൽ അടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. x bar minus x bar മോളിൽ ബാർ ഇടേണ്ടത് കേട്ടോ. മൈനസ് mu divided by standard error. That is the formula, you know that. x bar minus mu divided by standard error. x bar തന്നിട്ടുണ്ട്. x bar is 3300. So that is equal to 3300 minus mu എന്ന് പറയുന്നത് 3500 divided by standard error. So സ്റ്റാൻഡേർഡ് എററിന്റെ ഫോർമുല എന്താണ് ഇതിൽ? ഇത് കിട്ടത്തില്ല. സ്റ്റാൻഡേർഡ് എററിന്റെ ഫോർമുല എന്താണ്? സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു
സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു എന്താണ് എസ് ഡിവൈഡഡ് ബൈ റൂട്ട് എൻ മൈനസ് 1 അല്ലേ? എസ് ഡിവൈഡഡ് ബൈ റൂട്ട് എൻ മൈനസ് 1. അപ്പൊ എസ് കണ്ടെത്തണം. നമുക്കിപ്പോ എക്സ് ബാർ മാത്രമേ ആയിട്ടുള്ളൂ, എസ് തന്നിട്ടില്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല. അപ്പൊ ഈ തന്ന സീരീസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷനൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. എക്സൽ ആവുമ്പോൾ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് ഡി എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ നമുക്ക് എസ് ടി ഡി വി എന്ന് പറഞ്ഞ് കിട്ടും. നിങ്ങൾ ആൻസർ മാത്രം എഴുതും, ഞാൻ കണ്ടെത്തി തരാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1113.55. 1113.5529. That is the standard deviation. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1113.5529 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യും. സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് ഡിവൈഡഡ് ബൈ റൂട്ട് എൻ മൈനസ് 1. എൻ ഈസ് ഈക്വൽ ടു 6. 6 മൈനസ് 1 ഈസ് ഈക്വൽ ടു 5. 5ന്റെ റൂട്ട് ഓഫ് 5 കാൽക്കുലേറ്റ് ചെയ്യുക. ന്റെ റൂട്ട് എത്ര വരും? റൂട്ട് 5. പ്രോഗ്രാം എടുത്തിട്ട് കാൽക്കുലേറ്റർ ഇല്ലേ കയ്യില്? ഇല്ല. ആക്സസറീസ്, കാൽക്കുലേറ്റർ, calculator. Okay. Square root of 5. Square root of 5. 2.23606. 2.23606. 2.23606. അപ്പോൾ രണ്ടുമായി. സോ ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദിസ് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 5. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു എസ് 1113.5529 ഡിവൈഡഡ് ബൈ ഇത്. സോ ദ വാല്യൂ ഈസ് 497.9978. 497.9978. 497.9978. ഓക്കെ അല്ലേ? ശരിയല്ലേ? കിട്ടിയോ? കിട്ടി സാർ. കിട്ടി. ഓക്കെ. ഇപ്പൊ 497 ഇത് സ്റ്റാൻഡേർഡ് എറർ ആണ്. ഇനി ടി കാൽക്കുലേറ്റ് ചെയ്യുക. ടി ഈസ് ഈക്വൽ ടു x bar is 3300. 3300 minus 3500 divided by ഇത് സ്റ്റാൻഡേർഡ് എറർ. തെറ്റാണല്ലേ? ഓക്കെ. 3000 ബ്രാക്കറ്റിനകത്ത് 3300 മൈനസ് 3500 ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഓക്കെ. അപ്പൊ ഇങ്ങനെ വരും 0.40161 അല്ലേ? അങ്ങനെയാണോ വന്നത്? 23. ശരിയല്ല? ഇത് തന്നെയാണോ വന്നത്? കിട്ടി സാർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ടി വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടേബിൾ വാല്യൂ നോക്കണം. ടേബിൾ വാല്യൂ അറ്റ് 5% ലെവൽ ഫോർ on-tailed ടെസ്റ്റ്. on-tailed ടെസ്റ്റിന്റെ ടേബിൾ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ on-tailed ടെസ്റ്റിന്റെ ടേബിൾ വാല്യൂ നോക്കാനായിട്ട് യു ഗോ ടു ദ ടേബിൾ. ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എടുക്കുക. ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എടുത്തിട്ട് ഓക്കെ, ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എടുക്കുക. സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ. അതിനകത്ത് on-tailed ടെസ്റ്റിന് 5% ലെവലിൽ വിത്ത് n-1 degrees of freedom, n-1 5 degrees of freedom 2.7
2.015 ആണ് കിട്ടുന്നത്. ടേബിൾ വാല്യൂ 2.015. 2.015. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് യുവർ ഇൻഫറൻസ്? എന്താണ് നിങ്ങളുടെ ഇൻഫറൻസ്? ആരെങ്കിലും ഒരാൾ പറയൂ. ലക്ഷ്മി. കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് 0.4 അല്ലെങ്കിൽ 0.40. ടേബിൾ വാല്യൂ ഈസ് 0.25 2.015. വാട്ട് ഈസ് യുവർ ഇൻഫറൻസ്? ലക്ഷ്മി. സിൻസ് ദ ലക്ഷ്മി പോയോ? ലക്ഷ്മി മൈക്ക് ഓൺ ചെയ്യും. സിൻസ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് കേൾക്കുന്നില്ലേ? പോയോ? കട്ടായോ? ഹണി പറഞ്ഞേ, വാട്ട് ഈസ് യുവർ ഇൻഫറൻസ്? Calculated value is less than the table value, so accept null hypothesis. Accept null hypothesis എന്ന് പറഞ്ഞാൽ ഇയാളുടെ എക്സ്പെക്ടേഷൻ പ്രകാരമുള്ള വർക്ക് അയാൾ ചെയ്തിട്ടുണ്ടെന്നാണ്. ശരിയല്ലേ? ഇയാളുടെ എക്സ്പെക്ടേഷൻ പ്രകാരമുള്ള വർക്ക് അയാൾ ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ആണ്. ശരി, അപ്പൊ ഇതെങ്ങനെ മാനുവലായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. മാനുവലായിട്ട് നമ്മൾ അല്ലേലും നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. സോ നൗ ഞാൻ ഈ പ്രസന്റേഷൻ മാറ്റിയിട്ട് ഇതെങ്ങനെ ഇതേ പ്രോബ്ലം മാനുവലി ചെയ്ത ഈ ഒരു പ്രോബ്ലം how to solve using SPSS. So that is the question. നമുക്ക് SPSS എങ്ങനെ ചെയ്യാം? So now I am opening SPSS. ഓപ്പൺ ആയി വരട്ടെ. SPSS എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. So SPSS is opening. Okay, so SPSS open ആയി. ഇനി ശ്രദ്ധിക്കൂ. സോ വി ആർ ഹാവിംഗ് എ സിംഗിൾ വേരിയബിൾ. ശ്രദ്ധിക്കേണ്ട കാര്യം, വൺ സാമ്പിൾ ടി ടെസ്റ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. നമുക്ക് ഒരൊറ്റ വേരിയബിളേ ഉള്ളൂ, അത് സെയിൽസ് ആണ്. ഈ പറയുന്ന സെയിൽസ്മാന്റെ സെയിൽസ് ആണ്. അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം ഡയറക്ട്ലി ഗോയിങ് ടു വേരിയബിൾ വ്യൂ. ഞാൻ നേരെ ഏതിലോട്ട് പോകുന്നു? വേരിയബിൾ വ്യൂയിലോട്ട് പോയിട്ട് നെയിമിന്റെ സ്ഥാനത്ത് സെയിൽസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. സെയിൽസ് ആണല്ലോ തന്നിരിക്കുന്നത്, അത് ന്യൂമറിക് ആണ്. വിട്ടൊക്കെ അത് മതി, ഡെസിമൽ പ്ലേസസ് വേണ്ട, കാരണം എല്ലാം കറക്റ്റ് റൗണ്ട് ഫിഗറാ തന്നിരിക്കുന്നത്. ലേബൽ എഴുതൂ. ലേബലിന് നേരെ ഞാൻ എഴുതുന്നു സെയിൽസ് ഓഫ് സെയിൽസ്മാൻ. ഏതോ ഒരു പർട്ടിക്കുലർ സെയിൽസ്മാന്റെ സെയിൽസ് ആണ് തന്നിരിക്കുന്നത്. വാല്യൂസ് എഴുതണ്ട, കാരണം ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്, മെഷർ ആയിട്ട് സ്കെയിൽ കൊടുക്കുക. സോ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഞാൻ സെയിൽസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു. സെയിൽസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, സ്കെയിൽ വേരിയബിൾ ഞാൻ എന്ത് ചെയ്തു? ഡിഫൈൻ ചെയ്തു. സ്കെയിലാണ്, പാരാമെട്രിക് ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. സ്കെയിലാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ദെൻ ഡാറ്റ വ്യൂവിൽ വരുന്നു. നേരെ ഡാറ്റ വ്യൂവിൽ വരുന്നു. അപ്പൊ സെയിൽസ് എന്ന് പറയുന്ന ആ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അങ്ങ് ടൈപ്പ് ചെയ്യുക. എന്താ ആ വാല്യൂസ് എന്ന് പറഞ്ഞത് തന്നെയാ? വാല്യൂസ് ഒന്ന് പറയൂ സെയിൽസ്മാന്റെ. 3700. 3700. അടുത്തത് 2500. 2500. 3400. 3400. 5200. 5200. 3000. 3000. 2000. 3000. Then 2000. 2000. So അത്രേ ഉള്ളൂ. ഓക്കെ, സോ വി എൻ്റർ ദ ഡാറ്റ. അപ്പൊ നമ്മൾ ഈ ഡാറ്റ എന്ത് ചെയ്തു? ഇതിനകത്ത് എൻ്റർ ചെയ്തു. 5-6 ഡാറ്റയെ നമ്മൾ എൻ്റർ ചെയ്തു. ശ്രദ്ധിച്ചു? ക്ലിയർ അല്ലേ ഇത്? സോ വി എൻ്റർ ദ നമ്മൾ ഓർഗനൈസ്, നമ്മൾ വേരിയബിൾ ഡിഫൈൻ ചെയ്തു, ഡാറ്റ എൻ്റർ നടത്തി. ഓക്കെ, ഇനിയാണ് നമ്മൾ ടെസ്റ്റ് നടത്തേണ്ടത്. ഹൗ ടു പെർഫോം വൺ സാമ്പിൾ ടി ടെസ്റ്റ്. സ്റ്റെപ്പ് എഴുതേണ്ടത്, ആദ്യം ചെയ്യേണ്ടത് ഗോ ടു അനലൈസ്. നമ്മൾ അനലൈസ് എടുക്കുക. ഗോ ടു അനലൈസ് മെനു ബാർ ഓർ അനലൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ പോകുന്നത് കമ്പയർ മീൻസ്. അനലൈസ് ചെയ്യുന്ന താഴോട്ട് വരുന്ന പോപ്പ് ഡൗൺ വിൻഡോയിൽ യു ഗോ ടു കമ്പയർ മീൻസ്. കമ്പയർ മീൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുക. ആ കമ്പയർ മീൻസ് എടുക്കുമ്പോൾ തന്നെ അതിന് ഇപ്പുറത്തായിട്ട് നിങ്ങൾക്ക് വന്നു മീൻസ് ഉണ്ട്, വൺ സാമ്പിൾ ടി ടെസ്റ്റ് ഉണ്ട്, ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് ഉണ്ട്, പെയ്ഡ് സാമ്പിൾ ടി ടെസ്റ്റ് ഉണ്ട്, വൺ വേ അനോവേ ഉണ്ട്. നമുക്ക് വേണ്ടത് വൺ സാമ്പിൾ ടി ടെസ്റ്റ്, ഒറ്റ സാമ്പിളേ ഉള്ളൂ ഇവിടെ. അപ്പോൾ വൺ സാമ്പിൾ ടി ടെസ്റ്റ് ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ സ്റ്റെപ്പ് എഴുതൂ. അനലൈസ് ആരോ, കമ്പയർ മീൻസ് ആരോ, വൺ സാമ്പിൾ ടി ടെസ്റ്റ്. വൺ സാമ്പിൾ ടി ടെസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. വൺ സാമ്പിൾ ടി ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ
ഒരു ഡയലോഗ് ബോക്സ് നിങ്ങൾക്ക് ഓപ്പൺ ആവും. നമുക്ക് ആകെ ഒരൊറ്റ വേരിയബിളേ ഉള്ളൂ. അത് എന്താണ്? ഈ സെയിൽസ് ആണ്. സെയിൽസ്മാൻ, ഈ സെയിൽസ്മാന്റെ സെയിൽസ്, അതാണ് നമ്മുടെ ടെസ്റ്റ് വേരിയബിൾ. അപ്പൊ അത് ചെക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് അത് അപ്പുറത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഈ സ്ക്രീനിൽ നിന്ന് അടുത്ത സ്ക്രീനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. മനസ്സിലായല്ലോ? ഇത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപർണ, ഇത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇത്രയും ചെയ്തത്? ക്ലിയർ ആയിട്ടുണ്ട്. ക്ലിയർ ആയി. ഓക്കെ. അപ്പൊ സെയിൽസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ടെസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞൊരു 0 തൊട്ട് താഴെ കിടപ്പുണ്ട്. നോക്കൂ, ടെസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞൊരു 0 കിടപ്പുണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് പോപ്പുലേഷൻ മീനുമായിട്ടാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. പോപ്പുലേഷന്റെ മീൻ എത്രയാണ്? 3500 ആണ്. ടെസ്റ്റ് വാല്യൂന് നേരെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് ആ പോപ്പുലേഷന്റെ മീനാണ് ടൈപ്പ് ചെയ്യേണ്ടത്. പോപ്പുലേഷൻ മീൻ, അതായത് മ്യൂ ആണ് ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മുടെ ഇൻഡിവിജ്വൽ വേരിയബിൾസും ആയി, ഇവിടെ എന്തുമായി? മ്യൂവും ആയി. ഓക്കെ. എന്നിട്ട് നിങ്ങൾ ഓപ്ഷൻസിൽ പോവുക. ഓപ്ഷൻസിൽ ഒന്നും ചെയ്യേണ്ട, എല്ലാ കേസും എടുക്കണം, കണ്ടിന്യൂ ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഔട്ട്പുട്ട് കിട്ടും. ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്, കാരണം നമ്മുടെ മീനും നോക്കിയാൽ നമ്മൾ കണ്ടെത്തിയ മീൻ 3300 തന്നെയല്ലേ? നോക്കിയാണ് ഓൺ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ 6 എണ്ണം ഉണ്ട്. മീൻ നമ്മൾ കണ്ടെത്തി 3300. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മുടെ തെറ്റിയോ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ശരിയാണല്ലോ, 1113.5529. ഇത് പ്രകാരം 1113.5529 ശരി തന്നെ. സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ 454. നമുക്ക് കിട്ടിയ സ്റ്റാൻഡേർഡ് എറർ 400 എന്തോ തെറ്റ് പറ്റിയല്ലോ. നമ്മുടെ സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേഷനിൽ എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേഷനിൽ എന്ത് മിസ്റ്റേക്ക് ആണ് വന്നത്? ഇത് കറക്റ്റ് ചെയ്യാൻ 1113.5529 ഇത് 5ന്റെ സ്ക്വയർ റൂട്ട് ആണ് അല്ലെ? സ്ക്വയർ റൂട്ട് ഓഫ് n-1. സ്ക്വയർ റൂട്ട് ഓഫ് n-1. n is equal to 6. 6 minus 1 is equal to 5. 5ന്റെ സ്ക്വയർ റൂട്ട് 2.236006. കുറെ കൂടെ ഉണ്ട് കേട്ടോ. അത് കംപ്ലീറ്റ് എടുത്ത് ഇവര് കറക്റ്റ് ഒരെണ്ണം പോലും വിടില്ല. ഇതിനകത്തുള്ള ഈ കംപ്ലീറ്റ് ഫിഗർ എടുത്തിട്ടായിരിക്കും കറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും ഇതിൽ വന്നിരിക്കുന്ന ഫിഗർ. അതാണ് ആ ചെറിയൊരു വേരിയേഷൻ സ്റ്റാൻഡേർഡ് എററിൽ വന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് എറർ 454.600606 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 4. നമ്മളത് അപ്രോക്സിമേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് 497.9978 വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ റിസൾട്ട് കുറച്ച് കൃത്യത കുറവായിരിക്കും, കാരണം മാനുവൽ ആയിട്ട് ചെയ്തതുകൊണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഓൺ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്ന T 0.44 ആണ് കേട്ടോ, -0.44 ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് -0.4016 ഉണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു ഡെസിമൽ പ്ലേസിന്റെ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. 4016. സോ ഹിയർ ഇറ്റ് ഈസ് 0.440. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 ആണ് നമുക്കറിയാം. n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ദെൻ അത് ഈ ശ്രദ്ധിക്കേണ്ട, ഇനി പറയുന്ന കാര്യം വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ടെസ്റ്റ് വാല്യൂ, അതായത് മ്യൂവിന്റെ വാല്യൂ 3500 ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ടി വാല്യൂ കണ്ടെത്തി, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ നമ്മളെ മാനുവലായിട്ട് ചെയ്യുമ്പോഴേ നമ്മൾ നേരെ ടേബിളിൽ പോയിട്ട് ക്രിട്ടിക്കൽ വാല്യൂ കണ്ടിട്ട് ആ ക്രിട്ടിക്കൽ വാല്യൂ ആയിട്ട് 2.015 ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ അല്ല ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻ SPSS they are using a value called significant value. ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കുന്ന വാല്യൂനെ സിഗ് വാല്യൂ എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ അവർ ഉപയോഗിച്ചിരിക്കുന്ന ടെസ്റ്റ്, ദിസ് ഇസ് എ ടൂ ടൈൽ ടെസ്റ്റ്. ഇതിനകത്ത് നമുക്ക് ടൂ ടൈൽ ടെസ്റ്റ് ആണ് കിടക്കുന്നത്. ടൂ ടൈൽ ടെസ്റ്റിന്റെ വാല്യൂ ആണ് കിടക്കുന്നത്, കുഴപ്പമില്ല. സോ ദിസ് സിഗ്നിഫിക്കന്റ് വാല്യൂ പി വാല്യൂ ആണ്. ഈ പി വാല്യൂ ആയിട്ടാണ് അവർ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ പി വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന വാല്യൂ 0.678 ആണ്. 0.678. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിഗ്നിഫിക്കൻസ് ലെവൽ 0.05 ആണ്. ഈ സിഗ്നിഫിക്കന്റ് വാല്യൂ അല്ലെങ്കിൽ ഈ സിഗ് വാല്യൂ 0.05-ന് താഴെയാണ് എങ്കിൽ, ശ്രദ്ധിക്കൂ, ഞാൻ പറയുന്നത് ഒരു തമ്പ് റൂളാണ്. നമുക്ക് കിട്ടുന്ന സിഗ്നിഫിക്കന്റ് വാല്യൂ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പി വാല്യൂ എന്നാ പറയുന്നത്, പ്രോബബിലിറ്റി വാല്യൂ. നമുക്ക് കിട്ടുന്ന പി വാല്യൂ അല്ലെങ്കിൽ സിഗ് വാല്യൂ 0.05-ന് താഴെയാണ് എങ്കിൽ യു വിൽ ഹാവ് ടു റിജക്ട് നൾ ഹൈപ്പോത്തിസിസ്. നിങ്ങൾ നൾ ഹൈപ്പോത്തിസിസ് എന്ത് ചെയ്യണം? റിജക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ഡിസിഷൻ റൂളിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇൻ SPSS the decision rule is based on p value. ഡിസിഷൻ റൂള് തീരുമാനിക്കുന്നത് പി വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ്. പി വാല്യൂ അല്ലെങ്കിൽ സിഗ് വാല്യൂ, if the sig value or p value is less than 0.05, you will have to reject the null hypothesis and accept the alternative hypothesis. If the p value is greater than 0.05, the p value is greater than
0.05, that is the significance level, then you will have to accept null hypothesis. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ റിജക്ട് ചെയ്യോ അക്സെപ്റ്റ് ചെയ്യോ? നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും, കാരണം the p value is 0.678 is greater than 0.05. അത് 0.05 മുകളിലായതുകൊണ്ട് തന്നെ നമ്മൾ ഈ null hypothesis എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് അത്രയും മതി. പിന്നെ മീൻ ഡിഫറൻസ് ഒക്കെ എടുത്തിരിക്കുന്നത് നേട്ടം, അത് കാൽക്കുലേറ്റ് വേറെ ഒന്നും ആവശ്യമില്ല. മീൻ ഡിഫറൻസ് മീൻസ് 3500 മൈനസ് 3300 ആണ് മൈനസ് 200 എന്ന് പറയുന്നത് മീൻ ഡിഫറൻസ്. പിന്നെ കോൺഫിഡൻസ് ഇന്റർവെൽ ഏത് തൊട്ട് ഏത് വരെ പോയിട്ടുണ്ടെന്നാണ്, അപ്പർ ലിമിറ്റ് എത്രയാണ്, ലോവർ ലിമിറ്റ് എത്രയാണ് എന്നുള്ളതാണ്. അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. സോ ഇതിനകത്ത് ആദ്യത്തെ വാല്യൂ ടിന്റെ വാല്യൂ എടുക്കണം, സിഗ്നിഫിക്കൻസിന്റെ വാല്യൂ എടുക്കുക. അതിന്റെ രണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഡിസിഷൻ എഴുതുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? ഷറഫ ഷാജഹാൻ, ഇത് ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയി സാർ. ക്ലിയർ ആയി. ഞാൻ ഒന്നുകൂടെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഷമിന, ഞാനിത് ഒന്നുകൂടെ ചെയ്ത് കാണിക്കണോ? ഷമിന സില്ലി, സൽമി ഉണ്ടോ? ഇല്ല. അരിഷ്മ, ഒന്നുകൂടെ ചെയ്ത് കാണിക്കണോ? വേണ്ട സാർ, കുഴപ്പമില്ല, മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് വെരി ക്ലിയർ. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വേറൊരു പ്രോബ്ലം പറയാം. സോ ദിസ് ഈസ് ദ വേ യു ആർ പെർഫോമിംഗ് ഓൺ സാമ്പിൾ ടി ടെസ്റ്റ്. അതുപോലെ ഒരു ചോദ്യം ഞാൻ ഒന്ന് പറയാം, നിങ്ങൾ ഒന്ന് മാനുവൽ ആയിട്ട് ചെയ്യും ആദ്യം. അതോടെ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ഇത് അവസാനിക്കും. ഒരു 10 മിനിറ്റ് വരെ എഴുതൂ. A fertilizer mixing machine is set to give 12 kilogram of nitrate 12 kilogram of nitrate for every quintal bag of fertilizer. 12 kilogram of nitrate for every quintal bag of fertilizer. For every quintal bag of fertilizer. Sentence: 100 kilo bags are examined. 100 kilo bags are examined. 100 kilo bags are examined. Sentence: the percentage of nitrates are as follows. The percentage of nitrates are as follows. The percentage of nitrates are as follows. ചേർത്ത് എഴുതിയാൽ മതി വാല്യൂസ്. 11, 11, 11, 14, 14, 14, then 13, 13, 12, 13, 12, 13, 14, 11, 12. ഞാൻ ഒന്നുകൂടെ വായിക്കാം. 11, 14, 13, 12, 13, 12, 13, 14, 11, 12. സെന്റൻസ് ആയിട്ട് is there any reason to believe that the machine is defective? The machine is defective. Okay. ക്വസ്റ്റ്യൻ കിട്ടിയോ? എഴുതിയോ കംപ്ലീറ്റ്? ഹലോ ഹണി, എഴുതിയായിരുന്നോ? ക്വസ്റ്റ്യൻ എഴുതിയായിരുന്നോ? എഴുതി. അപ്പൊ
മാനുവലായിട്ട് നിങ്ങളൊന്ന് ചെയ്യും. ഇപ്പോഴൊരു ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് മാനുവലായിട്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ മീൻ കാണണം, ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം, ഇതിന്റെ മീനും കാണും, ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണും. അപ്പൊ 11, 14, 13 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 12 കിലോ ആണ്. അപ്പൊ മ്യൂ 12 ആണ്. പിന്നെ ഈ സാമ്പിളിന്റെ വാല്യൂസിന്റെ മീൻ കാണുക. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. അപ്പൊ ഈ 10 വാല്യൂസിന്റെ മീൻ കാണുക, ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടിട്ട് നിങ്ങൾ ടി വാല്യൂ കാണും. ടി വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ പറയും. കാൽക്കുലേറ്റ് ടി. ഞാൻ ആ സമയത്ത് എക്സലിൽ ഞാനിവിടെ ഒന്ന് ചെയ്യും. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് 11, 14, 13, 12, 13, 12, 13, 14, 11, 12. Okay, so 11, 14, 13, 12, 13, 12, 13, 14, 11, 12. Okay. അപ്പൊ അതിന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യുക. സോ ആദ്യം മീൻ ഈക്വൽ ടു ഏവറേജ് ഇതിന്റെ ആവറേജ് 12.5. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതിന്റെ standard deviation is 1.080123. Okay. So, ഇത് രണ്ടും നിങ്ങൾ വേണമെങ്കിൽ എഴുതിക്കോളൂ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ സമയം എടുക്കുമെങ്കിൽ. സോ മീൻ ഈസ് ഈക്വൽ ടു 12.5. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 1.080123. ഓക്കെ. അതുപോലെ സ്റ്റാൻഡേർഡ് എറർ കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ്, അതായത് 1.08, അത് ഡിവൈഡഡ് ബൈ റൂട്ട് n-1. റൂട്ട് കാണാനായിട്ട് ഇതിൽ എന്താ ചെയ്യുക? റൂട്ട് n-1 എന്ന് പറയുമ്പോൾ 9. 10 അതിന്റെ റൂട്ട് കാണാൻ എളുപ്പമല്ലേ? 3/3. സോ അത് കിട്ടും 0.36. 9 ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് റൂട്ട് കാണാൻ പറ്റും. 0.36004 ഉണ്ടെന്ന് കിട്ടും. ദെൻ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് മ്യൂ എന്ന് പറയുന്നത് 12 ആണ്. 12 - 12.5 ഈക്വൽ ടു 12 - 12.5 ഡിവൈഡഡ് ബൈ ഈ സ്റ്റാൻഡേർഡ് എറർ. സോ മൈനസ് 1.38873 മൈനസ് 1.3883. കിട്ടിയില്ലേ? ഓക്കെ. ഇനി ടിയുടെ വാല്യൂ ഫോർ 9 degrees ഓഫ് ഫ്രീഡം, ടിയുടെ വാല്യൂ വരുന്നത് 2.262. T value 2.262. So since the calculated value is numerically less than the table value, accept null hypothesis. Null hypothesis എന്ത് ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ചെയ്തായിരുന്നോ ധന്യ? ഹലോ, ചെയ്തു സർ, ചെയ്തു. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഇത് നേരെ ഇതിൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഹൗ ടു പെർഫോം ദിസ് ടെസ്റ്റ് ഇൻ SPSS എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾക്ക് ഇത് ടൈപ്പ് ചെയ്യാൻ പറ്റൂലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അതങ്ങ് ഷെയർ ചെയ്യായിരുന്നു. ഓക്കെ, ഷെയർ
So how to perform this in SPSS? അതുകൊണ്ട് ചെയ്തിട്ട് നമുക്ക് നടത്താം. See, so we are going to SPSS. പഴയ ഡാറ്റ കിടക്കുകയാണ്, അപ്പോൾ നമ്മൾ പുതിയ ഒരെണ്ണം എടുക്കുന്നു. ഇതൊന്ന് സേവ് ചെയ്യണോ? വേണ്ട. ശരി, പുതിയൊരു ഫയൽ എടുത്തു. ദെൻ ഗോ ടു വേരിയബിൾ വ്യൂ. തന്നിരിക്കുന്ന വേരിയബിൾ നൈട്രേറ്റ് ലെവലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? നൈട്രേറ്റ് ലെവൽ, അതെ. ദ പെർസെൻറ്റേജ് ഓഫ് നൈട്രേറ്റ് പെർസെൻറ്റേജ്. സോ ലേബലിനകത്ത് കൊടുക്കൂ പെർസെൻറ്റേജ് ഓഫ് നൈട്രേറ്റ്. മെഷറിനകത്ത് സ്കെയിലും കൊടുക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്യും. ദെൻ ഡാറ്റ വ്യൂവിൽ പോയിട്ട് നമ്മുടെ വേരിയബിളിന്റെ വാല്യൂസ് എൻ്റർ ചെയ്യുക. 11, 14, 13, 12, 13, വീണ്ടും 12, 13, 14, 11, 12. ശരിയല്ലേ? ഞാൻ എൻ്റർ ചെയ്തിരിക്കുന്നത് ശരിയല്ലേ? 11, 14, 13, 12, 13, 12, 13, 14, 11, 12. സോ ദിസ് ഇസ് ദ വേ യു എൻ്റർ ദ ഡാറ്റ. ഈ രീതിയിലാണ് നിങ്ങൾ ഡാറ്റ എൻ്റർ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ആരെങ്കിലും ഒരാൾ രേഷ്മ മൈക്ക് ഒന്ന് ഓൺ ചെയ്തിട്ട് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഇതിൽ ചെയ്യും? മൈക്ക് ഓൺ ചെയ്തിട്ട് പറയും, ഞാൻ ചെയ്യാം. ഓൺ സാമ്പിൾ ടി ടെസ്റ്റ് പെർഫോം ചെയ്യുന്ന സ്റ്റെപ്പ് ഒന്ന് പറയൂ. മൈക്ക് ഓൺ ചെയ്തിട്ട് പറയൂ. രശ്മിയില്ലേ? ആരുണ്ട്? ശില്പ, മൈക്ക് ഓൺ ചെയ്തിട്ട് സ്റ്റെപ്പ് എന്ന് പറഞ്ഞേ. ശില്പ പറയും. സ്റ്റെപ്പ് പറയും. സാർ വാല്യൂസ് എൻ്റർ ചെയ്തിട്ട് അനലൈസ് എടുത്തു. ഓക്കെ, എന്നിട്ട് അതിൽ കമ്പയർ മീൻസ് കൊടുത്ത് ഓൺ സാമ്പിൾ ടി ടെസ്റ്റ് എടുത്തു. ഞാൻ എടുത്തു. ഇപ്പൊ ഇനി എന്ത് ചെയ്യണം? പിന്നെ വാല്യൂസ് ഈ പെർസെന്റേജ് ഓഫ് നൈട്രേറ്റ് എന്നുള്ളത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം, അല്ലേ? എന്നിട്ട് ടെസ്റ്റ് വാല്യൂ എത്രയാ? ടെസ്റ്റ് വാല്യൂ എത്രയാ? ടെസ്റ്റ് വാല്യൂ 12 ആണ്. മ്യൂ ആണ് 12. ശരിയല്ലേ? ടെസ്റ്റ് വാല്യൂ 12. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ചെറിയൊരു വേരിയേഷൻ വരും. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ മാനുവൽ കാൽക്കുലേഷനും മെക്കാനിക്കൽ കാൽക്കുലേഷനും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസമാണ്. നോക്കിയേ, നമുക്ക് കിട്ടിയ മീൻ വാല്യൂ 12.5 ആണ്. മീൻ വാല്യൂ 12.5 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.08012. 1.08012. ശരി തന്നെ. ദെൻ സ്റ്റാൻഡേർഡ് എറർ 0.34157. സ്റ്റാൻഡേർഡ് എറർ 0.341. ഇതെന്താ ഇങ്ങനെ വരുന്നത്? 34137. S ഡിവൈഡഡ് ബൈ √n. S ഡിവൈഡഡ് ബൈ √n എന്ന് പറഞ്ഞാൽ S എന്ന് പറയുന്നത് ഇതാണ്, √n എന്ന് പറയുന്നത് 9 into 3 ആണ്. ഇപ്പൊ ചെറിയൊരു വ്യത്യാസം അതിനകത്ത് വരുന്നുണ്ട്, അപ്രോക്സിമേഷൻ. ഓക്കെ, ദെൻ √n-1 ശരിയാണ്. ചിലപ്പോൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ഇവര് ലാർജ് സാമ്പിളിന്റെയും കൂടെ എടുക്കും. വേണമെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഇവർ n എടുത്തിട്ടുണ്ടാവില്ല, മേ ബി ടേക്കൺ n-1 ആയിരിക്കും. അപ്പൊ 10ന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും ചിലപ്പോൾ എടുത്തിരിക്കുന്നത്. കാരണം ഇവര് സ്മാൾ സാമ്പിൾ എന്നോ ലാർജ് സാമ്പിൾ എന്നോ നോക്കാതെ ഇസഡ് ടെസ്റ്റ് ടി ടെസ്റ്റ് ഇതിനകത്ത് ഇല്ല. അപ്പൊ ഇസഡ് ടെസ്റ്റിന് പകരവും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടി ടെസ്റ്റ് തന്നെയാണ്. അതിന്റെ ഒരു വേരിയേഷൻ ആവാം ഈ കാണുന്നത്. ഓക്കെ, അതാണ് സ്റ്റാൻഡേർഡ് എററിൽ രണ്ടിലും ഒരു വ്യത്യാസം വന്നത്. ദെൻ ടിയുടെ വാല്യൂ 1.464. നമുക്ക് കിട്ടിയത് 4.38. ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് യുവർ ഇൻഫറൻസ്? ഇവിടെ നോക്കിയേ, ടി വാല്യൂ 1.464. ദെൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇത് സിഗ്നിഫിക്കന്റ് വാല്യൂ 0.177. 0.05 ആണ് നമ്മുടെ തമ്പ് വാല്യൂ. അപ്പൊ അതിന് താഴെയാണെങ്കിൽ
null hypothesis reject ചെയ്യണം. അതിന് മുകളിലാണെങ്കിൽ null hypothesis accept ചെയ്യണം. So here you will accept the null hypothesis. ഇവിടെയും നിങ്ങൾ null hypothesis എന്ത് ചെയ്യുന്നു? Accept ചെയ്യുന്നു. Okay. So this is the way you are performing on sample t-test. അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങളിത് പ്രാക്ടിക്കൽ ഒന്നും ചെയ്യണം. തന്നെ രാവിലെ ചോദിച്ചിരുന്നത് പ്രാക്ടിക്കലിന് ചോദിക്കുന്നില്ല. പ്രാക്ടിക്കലിനൊന്നും ചോദിക്കില്ല. പകരം നിങ്ങൾക്ക് ചോദിക്കും ഹൗ ടു പെർഫോം ഓൺ സാമ്പിൾ ടി ടെസ്റ്റ് ഇൻ SPSS. So first of all, you will have to define your single variable. ആ വേരിയബിൾ ഡിഫൈൻ ചെയ്യുക. സ്കെയിൽ ആയിട്ട് തന്നെ ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് ഡാറ്റ എൻ്റർ ചെയ്യുക. എന്നിട്ട് അനലൈസ് എടുക്കുക. കമ്പയർ മീൻസിൽ പോവുക. ഓൺ സാമ്പിൾ ടി ടെസ്റ്റ് എടുക്കുക. അതിനകത്ത് ടെസ്റ്റ് വേരിയബിൾ നമ്മൾ എൻ്റർ ചെയ്ത വേരിയബിൾ കൊടുക്കുക. ടെസ്റ്റ് വാല്യൂ ആയിട്ട് മ്യൂ വാല്യൂ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. സോ വി സ്റ്റാർട്ടഡ് ദിസ് പാരാമെട്രിക് ടെസ്റ്റ്. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ പാരാമെട്രിക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇതൊന്ന് സ്റ്റോപ്പ് ഷെയറിംഗ് കൊടുത്ത് ബാക്കിലോട്ട് വന്നിട്ട് ഞാൻ സ്ക്രീനിൽ ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് സ്റ്റോപ്പ് ഷെയറിംഗ്, സ്റ്റോപ്പ് റെക്കോർഡിംഗ്.